നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ പഠിച്ചു നേടാം 35,000 രൂപ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ സംഭവം സാർ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എക്സാമിനറിൻ്റെ +2 ഉയരെ ബാച്ച് എന്ന് പറയുമ്പോൾ +2 ഉയരെ ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, കീം ബാച്ചിലായിക്കോട്ടെ, ഏത് ബാച്ചിലെങ്കിലും നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭീകര ഓഫറാണ് എക്സാമിനർ മുന്നിൽ വെക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ബാച്ചിൻ്റെ ഉള്ളിൽ നന്നായി പഠിച്ച് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വർഷം മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങൾ പൈസ തരും. അതിന് വേണ്ടിയിട്ടുള്ള ഓഫറാണ് എക്സാമിനർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഉയരെ ബാച്ചിൻ്റെ ഓരോ ചാപ്റ്ററിന് ശേഷം, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഓരോ ചാപ്റ്ററിന് ശേഷവും മെൻറ്റി ലൈവ് ഉണ്ടായിരിക്കും. ആ മെൻറ്റി ലൈവിൽ എല്ലാവരും കളിക്കും. ഓക്കെ, നമ്മുടെ ബാച്ചിലുള്ള എല്ലാവരും കളിക്കും. എന്നിട്ട് ആ ലീഡർ ബോർഡിലെ ടോപ്പ് 3 സ്റ്റുഡൻസിന്, അതായത് ആ മെൻറ്റിയിൽ ആ ചാപ്റ്റർ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചവരാണ് അവർ, ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഉത്തരങ്ങളൊക്കെ ബടബടബടയെന്ന് പറഞ്ഞ ഉത്തരം കൊടുത്ത ആൾക്കാരായിരിക്കും അവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് 3 പേർക്ക് പ്രൈസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പ്രൈസിന് 500 റുപ്പീസ് ആയിരിക്കും ഓരോ ചാപ്റ്ററിനും കിട്ടാൻ പോകുന്നത്. സെക്കൻഡിന് 300, തേർഡിന് 200 റുപ്പീസ്. ഇത് എല്ലാ ചാപ്റ്ററിനും ഉണ്ടാവും. +2 ഏരിയ ബാച്ചിൻ്റെ എല്ലാ ചാപ്റ്റർ കഴിയുമ്പോൾ ഈ സംഭവം ഉണ്ടാവും. അതായത് ബേസിക്കലി എത്ര ഉണ്ടാവും സാർ, എത്ര മെൻറ്റി സെഷൻസ് ഉണ്ടാവും? 60 ചാപ്റ്റേഴ്സ് ആയിരിക്കും +2 ഉണ്ടാവുന്നത്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ടാവില്ല, ബാക്കി എല്ലാത്തിനും ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഉണ്ടാവും. കാരണം കമ്പ്യൂട്ടർ സയൻസിൽ ലൈവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലൈവ് വെക്കുന്നില്ല, കാരണം റെക്കോർഡ് ക്ലാസ് അല്ലേ. അപ്പം മൊത്തത്തിൽ 60 മെൻറ്റി സെഷൻസ് ഉണ്ടാവും. 60 മെൻറ്റി സെഷൻസ് 60 പേർക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടാവും, 60 പേർക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടാവും, 60 പേർക്ക് തേർഡ് പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ശരിക്കും ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പറ്റും. എത്ര പ്രാവശ്യം സാർ ഫസ്റ്റ് പ്രൈസ് കിട്ടും? എത്ര പ്രാവശ്യം വേണമെങ്കിൽ കിട്ടും. 60 പ്രാവശ്യം വേണമെങ്കിൽ 60 പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് നിങ്ങൾ 60 ചാപ്റ്റർ പഠിക്കണം, 60 പ്രാവശ്യം നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഫീസിനേക്കാൾ എത്രയോ പൈസ തിരിച്ചങ്ങോട്ട് കിട്ടും. ശരി, മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി, അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഓരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ആയിരിക്കും. ഒരു ചാപ്റ്റർ കഴിയുമ്പം ടെസ്റ്റ് എല്ലാം മെൻറ്റി ആയിരിക്കും. ഇനി ഇത് കൂടാതെ 5 മെഗാ ടെസ്റ്റ് ഉണ്ടാവും. മെൻറ്റി അല്ല, ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള 5 ഭീകര ടെസ്റ്റ് ഉണ്ടാവും. അത് ചാപ്റ്റർ വൈസ് ആയിരിക്കില്ല, കുറച്ച് 5 ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോൾ 5 ചാപ്റ്ററിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ 5 ചാപ്റ്റർ അങ്ങനെ ആ രീതിയിലായിരിക്കും. ഓക്കെ, അതിന് നിങ്ങൾക്ക് അറിയിക്കും, നിങ്ങളുടെ ബാച്ചിനുള്ളിൽ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് അറിയിക്കും നിങ്ങളെ. ആ 5 ടെസ്റ്റിനും അതിനും ടോപ്പേഴ്സിൻ്റെ പ്രൈസ് ഉണ്ടാവും. ഏറ്റവും ടോപ്പ് ചെയ്യുന്ന 3 ആൾക്കാർക്ക്. പക്ഷെ അവിടെ പ്രൈസ് കുറച്ച് കൂടും, കണ്ടാൽ മനസ്സിലാവും എത്രയാണ്. 1000 ആയിരിക്കും ഫസ്റ്റ് പ്രൈസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അപ്പം അങ്ങനെയാണ് ഈ ഇവിടെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാത്തിനും ജയിച്ചാലൊക്കെയാണ് ഈ 37 കിട്ടുക, അല്ലാണ്ട് ഫുള്ള് കിട്ടുന്നില്ല കേട്ടോ. എല്ലാത്തിനും ജയിക്കണം. ഓക്കെ, മനസ്സിലാവുണ്ടോ? എല്ലാത്തിനും ജയിക്കണം. അല്ലെങ്കിൽ എത്രയാണ് ജയിച്ചാൽ അത്രയും നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ പേരൻസിനോടൊക്കെ പറയാം, ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എക്സാമിൻ്റെ ടെസ്റ്റിൽ ഫസ്റ്റ് കിട്ടി, 500 റുപ്പീസ് ഞാൻ വാങ്ങിച്ചെടുത്തു, ഇനി എന്താ വെച്ച് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം അത് വെച്ചിട്ട്. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ +2 ഉയരക്കാർക്ക്, അതായത് പബ്ലിക് എക്സാമിനേഷൻ ബേസ്ഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ, അപ്പം നീറ്റുകാർക്കും കീമാർക്കും ഒന്നും ഇല്ലേ? നിങ്ങളും പേടിക്കണ്ട, നീറ്റിന് ജോയിൻ ചെയ്തവർക്ക് ഇതും ഉണ്ടാവും അതും ഉണ്ടാവും. നീറ്റിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഓഫർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സാർ ഓഫർ? നീറ്റിൻ്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മെൻറ്റി ആയിരിക്കില്ല, നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാവും. മനസ്സിലാവണ്ടല്ലേ? ഉയരെ ബാച്ചിന്, സാധാരണ ഉയരെ ബാച്ചിന് മെൻറ്റി, നിങ്ങൾക്ക് മെൻറ്റിയിലും പങ്കെടുക്കും ഓബ്വിയസ്ലി, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഉയരെ ബാച്ച് എൻറോൾഡാണ്. പ്ലസ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ, നീറ്റിൻ്റെ ചാപ്റ്റർ കഴിയുമ്പോൾ നീറ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള നീറ്റ് പാറ്റേൺ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാവും. ബെസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും, ഭീകര ക്വസ്റ്റൻസ് ആയിരിക്കും. അതിൽ പങ്കെടുക്കുക, ഫസ്റ്റ് പ്രൈസ് അടിക്കുക, 500 രൂപ അവിടെ. എല്ലാ ടെസ്റ്റിനും, എല്ലാ ചാപ്റ്ററിനും ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ ടെസ്റ്റിനും നിങ്ങൾക്ക് 500, 300, 200 ടോപ്പ് 3 ആൾക്കാർക്ക്. മനസ്സിലാവുണ്ടോ? ഇത് കൂടാതെ നിങ്ങൾക്ക് മെഗാ ടെസ്റ്റ് ഉണ്ടാവും. അതായത് നീറ്റിന് ഒരു ഇയറിൽ 10 മെഗാ ടെസ്റ്റ് ഉണ്ടാവും. 10 മെഗാ ടെസ്റ്റിനും അതിൻ്റെതായ ഈ രീതിയിലായിരിക്കും പ്രൈസ് ഉണ്ടാവുന്നത്. ടോപ്പ് ഫസ്റ്റ് ആൾക്ക് 1000, സെക്കൻഡ് ആൾക്ക് 750, തേർഡ് ആൾക്ക് 500. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നീറ്റിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഉണ്ടാകുന്നത്. ഓക്കെ, മെഗാ ടെസ്റ്റും ഉണ്ടാവും. 10 മെഗാ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കീമിനും സെയിം പരിപാടി. കീമിനും സെയിം ചാപ്റ്റർ വൈസ് ആയിരിക്കും. മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചാപ്റ്റർ, ബയോളജിക്ക് പകരം. ഇതേപോലെ തന്നെ സെയിം സ്കീം. എല്ലാ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആൾക്ക് 500, സെക്കൻഡ് ആൾക്ക് 300, 200. അതുകൂടാതെ മെഗാ ടെസ്റ്റും ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ എന്തിനാണ് സാർ? ഒന്നുമില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ? ഇല്ല, അതെനിക്കറിയാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നവരാണ്, നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളത് നന്നായിട്ട് പഠിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, ആദ്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളായിരിക്കും കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യാം അല്ലേ? ഇന്ന് പഠിക്കണ്ട, ഈ ടെസ്റ്റ് എടുക്കണ്ട, അടുത്ത ടെസ്റ്റ് എടുക്കുക, ഇത് ഞാൻ ഫുൾ പ്രിപ്പയർഡ് അല്ല, അപ്പോൾ അടുത്ത ടെസ്റ്റ് എടുക്കാം എന്നൊക്കെ നിങ്ങൾ മെല്ലെ മെല്ലെ തോന്നി തുടങ്ങും. അവിടെ മുതലാണ് നിങ്ങളുടെ ആ ഒരു ഫെയിലിയർ വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ അത് ചിന്തിച്ചു തുടങ്ങിയാൽ, അതായത് ഈ ടെസ്റ്റ് വേണ്ട, ഞാൻ ഫുൾ പ്രിപ്പയർ ചെയ്തില്ല, അടുത്ത ടെസ്റ്റ് ആവട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ അതോടെ നിങ്ങളുടെ ഫെയിലിയർ ആയി. കാരണം നിങ്ങളെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ?
നിങ്ങൾ മാറ്റി വയ്ക്കുന്ന സമയത്ത് വേറെ ഒരു കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ടാവും ചാപ്റ്റർ. പിന്നെ അവസാനം എക്സാം വരുമ്പോൾ അയാൾക്കെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആ സമയത്തായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് നീറ്റ് കിട്ടാൻ പോകുന്നത്, കീമും കിട്ടാൻ പോകുന്നില്ല. +2 പബ്ലിക് എക്സാമിനേഷൻ ഫുൾ മാർക്കാണ് നിങ്ങൾ ടാർഗറ്റ്, അതും കിട്ടാൻ ചാൻസ് കുറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സാർ ഈ ടെസ്റ്റ് എഴുതിയാൽ ഒരു 500 രൂപ അല്ലേ, ഒരു 300 രൂപ എങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്, എന്നാൽ പിന്നെ അങ്ങോട്ട് എഴുതിയേക്കാം എന്ന് എല്ലാവർക്കും തോന്നി, എനിക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു പുഷ് കിട്ടാൻ വേണ്ടി, ഫുൾ പുഷൊന്നും തരാൻ പോകുന്നില്ല, പക്ഷേ ചെറിയൊരു പുഷ് കിട്ടാൻ വേണ്ടി. ഇനി ഇത് കൂടാതെ, ഇത് പൈസേൻ്റെ മാത്രം സംഭവമല്ല, ഇത് വേറൊരു സംഭവം കൊണ്ട് ഇതിൽ, അതായത് ഓരോ ടെസ്റ്റിലും 3 ടോപ്പേഴ്സിനെ ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കിട്ടും. അതുകൂടാതെ നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആഡ് ചെയ്യും, ഒരു ടെലിഗ്രാം ചാനലാണ് ആക്ച്വലി, ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫേവറേറ്റ് എല്ലാ ഫാക്കൽറ്റി ഉണ്ടാവും. അതായത് എക്സാമിനറിൻ്റെ +2 ബാച്ചിൽ എടുക്കുന്ന എല്ലാ ഫാക്കൽറ്റിയും ആ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടാവും. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങൾക്ക് കുറേ എക്സ്ട്രാ റിസോഴ്സും കാര്യങ്ങളൊക്കെ അത് ഇടും. കാരണം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്, നിങ്ങൾ പ്രൂവ് ചെയ്തവരാണ്, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗൂഗിൾ മീറ്റിൽ ഓരോ ഫാക്കൽറ്റി ആയിട്ട് മീറ്റിംഗ് ഉണ്ടാവും. വീക്ക്ലി മീറ്റിംഗ് ഉണ്ടാവും, ബൈ-വീക്ക്ലി മീറ്റിംഗ് ഉണ്ടാവും. എല്ലാ വീക്കും നിർബന്ധമായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ഗ്രൂപ്പിനായിട്ട്, മൊത്തം ആ ടോപ്പേഴ്സ് ഗ്രൂപ്പിനായിട്ട് ഉണ്ടാവും. അത് നീറ്റിന് സെപ്പറേറ്റ് ആയിരിക്കും, നമ്മുടെ +2 പബ്ലിക് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന UYARE ബാച്ചിന് സെപ്പറേറ്റ് ആയിരിക്കും, കീമിന് സെപ്പറേറ്റ് ആയിരിക്കും. ഫാക്കൽറ്റി ആയിട്ട് ഗൂഗിൾ മീറ്റ് ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും, ഡൗട്ട് സോൾവിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് മീറ്റ് ചെയ്ത് അങ്ങനത്തെ സെഷൻസ് ഒക്കെ വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും, നിങ്ങൾ ഡെഡിക്കേറ്റഡ് പഠിക്കുന്നു, നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എക്സാംസിലൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാഷ് പ്രൈസ് ഒന്ന് വിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് നമ്മുടെ എന്ത് എക്സാമാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എക്സാമിനർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ശരിക്കും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ എക്സ്ട്രാ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും എക്സ്ട്രാ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല എന്നല്ല, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും സെയിം ക്ലാസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്, ആർക്കും സെപ്പറേറ്റ് എക്സ്ട്രാ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ എക്സ്ട്രാ ഡെഡിക്കേഷൻ കാണിച്ച് ഞങ്ങളും എക്സ്ട്രാ ഡെഡിക്കേഷൻ കാണിച്ചില്ല, മോശമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെങ്കിൽ ചാറ്റ് ഈ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക. നിങ്ങൾ ഈ ചാലഞ്ച്, എക്സാമിനറിൻ്റെ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്തു തന്നെ പറയാം, ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറയാം. കാരണം ഒരാരും ആലോചിക്കണം, ഇത് ഒറ്റ ടൈം സാധനമല്ല. നിങ്ങൾ ഫസ്റ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് മിസ്സായെങ്കിൽ പോട്ടെ, ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് മിസ്സായെങ്കിൽ ബയോളജി പിടി, ബയോളജി മിസ്സായാൽ കെമിസ്ട്രി പിടി, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ പിടി. അപ്പോൾ എപ്പോഴും ചാൻസ് ഉണ്ട്, ഓരോ ചാപ്റ്റർ ഓരോ ചാൻസാണ്, ഓരോ മെഗാ ടെസ്റ്റ് ഓരോ ചാൻസാണ്. അപ്പം നിങ്ങളുടെ വേർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ 60 പേരിൽ നിങ്ങൾ ഫസ്റ്റ് ആയി ഉണ്ടാവും, ചിലപ്പോൾ സെക്കൻഡ് ആയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 3000, 2000, 1000 പേര് ഓരോ ബാച്ചിൽ അങ്ങനെയൊക്കെയാണ്. അത്രയും പേരുടെ ഇടയിലാണ് നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും തേർഡും വാങ്ങാൻ പോകുന്നത്. അപ്പം അത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഏത് എക്സാമാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റാങ്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും, ടോപ്പിലാവാൻ പറ്റും. കാരണം നിങ്ങൾ ഇത്രയും പേരുടെ ഇടയിൽ ടോപ്പിലാവണം, എത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് ടോപ്പിലാവാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടും കൂടുതൽ സിൻസിയർ ആയിട്ടും പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ മോട്ടിവേഷൻ ആയിക്കോട്ടെ. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് അറിയുന്നുണ്ടാവില്ല എന്തൊക്കെയാണ് ബാച്ചിൽ നടക്കുന്നത്, എങ്കിലും ജോയിൻ ചെയ്തവർക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത്. വളരെ ഇൻറ്റൻസീവായിട്ടാണ് നമ്മൾ ബാച്ച് കൊണ്ട് നടക്കുന്നത്. മൺഡേ മുതൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും.